ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് നല്ല യേശുവിന്റെ പാട്ടൊക്കെ കേട്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിണ്ടെന്ന് കരോളുകാർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോഴാണ് അച്ഛനും അച്ഛന്റെ ഫ്രണ്ടും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. പിന്നെ ഞങ്ങൾ നേരെ വിട്ട് നമ്മൾ കോട്ടക്കുന്നുള്ള കാൽവരി ഹിൽസിലേക്ക്, അച്ചൻപള്ളി എന്നും പറയും. അവിടെയാണെങ്കിൽ ഉണ്ടല്ലോ ക്രിസ്മസിന്റെ അന്ന് നല്ല ലൈറ്റ് സെറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച ക്രിസ്മസിന്റെ അന്ന് മാത്രം പോയിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്കാണ്ട് കടക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഞങ്ങൾ ഇന്ന് തലേന്നാണ് വന്നത്. പക്ഷെ ഇന്ന് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് കാണാൻ പറ്റുവേ. എന്തൊരു ഭംഗിയായിട്ടാണെന്നറിയോ ഓരോ ഭാഗങ്ങളും ഒരു സെറ്റ് ചെയ്ത് വെച്ചത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഈ ലൈറ്റ് ഒക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോണ്ടല്ലോ നമ്മളെ കണ്ണിനും മനസ്സിനൊക്കെ ഭയങ്കര ഒരു കുളിർമയാണ്. പെട്ടെന്നല്ലേ ഒരു വർഷം പോയത്. കഴിഞ്ഞ വർഷമല്ലേ ബേപ്പൂർ ഫെസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ലൊരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു അന്ന് പരിപാടി ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ അത് കണ്ടിട്ട് നേരെ വന്നത് പിന്നെ ഇവിടെ പള്ളിയിലേക്കാണ്. ഇപ്പൊ ഇതാ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ നമുക്ക് ഇതാ അവിടെ ഇങ്ങനെ നടന്ന് കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് രൂപങ്ങളുണ്ട്, ഒരുപാട് കോഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരു കുഞ്ഞു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പുൽക്കൂട് മാത്രമല്ല, മുകളിൽ അവിടെ പള്ളീന്റെ അടുത്തായിട്ട് വലിയൊരു പുൽക്കൂട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിന്റെ പണി നടന്നുകൊണ്ടേ ഇരിക്കണുള്ളൂ. പിന്നെ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പുൽക്കൂടിന്റെ ബാക്കിലായിട്ടേ വലിയൊരു ഹോൾ ഉണ്ട് കേട്ടോ. അവിടെ പ്രാർത്ഥനാലയം തോന്നുന്നുണ്ട്, ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഈ ഹോളിലേക്ക് എല്ലാവർക്കും കയറാൻ പറ്റുമോന്ന് അറിയാത്തതിനെ കൊണ്ട് ഞങ്ങൾ പുറത്തു നിന്നിട്ട് ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. അപ്പൊ അവർ പറഞ്ഞു ഉള്ളിലേക്ക് കയറി. പിന്നെ ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഹോള് നീളത്തിലുണ്ടല്ലോ, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു നിറയെ പൂഴിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അവിടെ നിൽക്കണ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആളുകളൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളെപ്പോലെ അറിയാത്ത ആളുകളാണ് മൊത്തം അതിൻ്റെ ഉള്ളിൽ കയറിയതും. കഴിഞ്ഞ വർഷം വന്നപ്പോഴേ മുകളിൽ പള്ളീൻ്റെ അടുത്തുണ്ടല്ലോ കുറച്ച് പെന്നുകളും പേപ്പറുകളും ഒക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആഗ്രഹങ്ങൾ എഴുതിയിട്ടേ അവിടെ ഒരു ബോക്സിൽ ഇട്ടിക്കുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ ആഗ്രഹം കൂടെ പറയുന്നു പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായേ.